Hi guys, welcome to my YouTube channel and my name is Safrina Ashraf. So this video എൻ്റെ നീറ്റ് ജേർണിനെ പറ്റിയിട്ടാണ്. എങ്ങനെയാണ് ഞാൻ MBBSലേക്ക് എത്തിയത്, എൻ്റെ എൻട്രൻസിൻ്റെ ഒരു കഥ ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കുറേ എൻട്രൻസ് സ്ലിപ്പ് ഉള്ളവർ അല്ലെങ്കിൽ +2 ചെയ്യുന്നവർ. സോ ഐ തോട്ട് ഐ വുഡ് മേക്ക് എ വീഡിയോ. കഥ തുടങ്ങുന്നത് 10th നിന്നാണ്. ഞാൻ 10th പഠിക്കുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഇല്ല എന്തെടുക്കണം. ആഫ്റ്റർ 10th 11th ഏത് സ്ട്രീം സെലക്ട് ചെയ്യണം എന്നുള്ളത് എനിക്ക് അത്ര ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ബാക്കിയുള്ള എല്ലാവരെയും പോലെ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് ചെയ്യാന്നാണ് വിചാരിച്ചത്. അപ്പൊ നോക്കിയപ്പോൾ കുറെ പേര് എഞ്ചിനീയർ ആ സമയത്ത് എഞ്ചിനീയറിംഗ് ആയിരുന്നു ട്രെൻഡ്, MBBS ഒന്നല്ല. എഞ്ചിനീയർ ആവണം, എഞ്ചിനീയറിംഗിന് പോവണം, ആ ഒരു കാലമായിരുന്നു അത്. അപ്പൊ ഞാൻ വിചാരിച്ചു വന്നാൽ ഞാനും എഞ്ചിനീയറിംഗ്, ഒന്നില്ലെങ്കിലും ഇപ്പൊ എഞ്ചിനീയർ എന്ന് പറയുന്ന കേൾക്കാനുള്ള ഒരു രസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ആ ഭാവിയിൽ എല്ലാവരോടും പറയാം ഐ ആം എൻ എഞ്ചിനീയർ. അങ്ങനെ ഞാൻ എഞ്ചിനീയറിംഗിന് കയറാന്ന് വിചാരിച്ചു. എഞ്ചിനീയറിംഗ് വേണ്ടിയിട്ട് ഞാൻ കമ്പ്യൂട്ടർ മാത്സ് സ്ട്രീമിലേക്ക് ജോയിൻ ചെയ്തു. അപ്പൊ എന്റെ ഉമ്മ എന്നും വിളിച്ചിട്ട് പറയും കമ്പ്യൂട്ടർ എടുക്കണ്ട, കമ്പ്യൂട്ടർ വേണ്ട, ബയോയിലേക്ക് മാറ് എന്ന് പറയും. റീസൺ എന്താണെന്ന് വെച്ചാൽ ഉമ്മ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പൊ ഉമ്മ പറഞ്ഞു കമ്പ്യൂട്ടർ വലിയ കാര്യമൊന്നുമില്ല, കമ്പ്യൂട്ടർ നീ കോളേജിൽ പോകുമ്പോൾ പഠിക്കും, അപ്പൊ ഈ സ്കൂളിൽ പഠിക്കുന്ന കമ്പ്യൂട്ടർ ആവശ്യമില്ല, ബയോ എടുത്താൽ കുറച്ചും കൂടി ഓപ്ഷൻസ് ഉണ്ടാവും, കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ ബയോ ഓപ്ഷൻസ് ഒക്കെ ഇല്ലാണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പിന്നെ എന്നിങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്ലാസ് മാറി ബയോയിലേക്ക് മാറി. അങ്ങനെ പഠിച്ചു. കാര്യമായിട്ട് എൻട്രൻസിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കാണ്ടാണ് ഞാൻ സ്കൂൾ ലൈഫ് പഠിച്ചത്. എൻട്രൻസ് എഴുതണമെന്നോ അല്ലെങ്കിൽ എൻട്രൻസ് കിട്ടിയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. എന്താണ് എൻട്രൻസ്, എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് എൻട്രൻസ് കൊണ്ടുള്ള ഗുണം, ഇതൊന്നും അറിയില്ല. അങ്ങനെ സ്കൂൾ ലൈഫ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും വലിയ ഐഡിയ ഒന്നുമില്ല എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു വർഷം വെറുതെ റിപ്പീറ്റ് ചെയ്യാം. എന്തായാലും ഞാൻ എല്ലാവരെക്കാളും ഒരു വയസ്സ് ഇളയതായിരുന്നു. ഞാൻ 3 വയസ്സിലാണ് സ്കൂളിൽ ചേർന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നാ പിന്നെ ഒരു വർഷം പോട്ടെ, പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു വർഷം വെറുതെ റിപ്പീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോയി. റിപ്പീറ്റിംഗിന്റെ കോഴ്സ് കഴിയാനാവുമ്പോഴാണ് ലൈക്ക് ആ ഒരു നമ്മൾ എക്സാംസിനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയമാവുമല്ലോ, അപ്പോഴാണ് എനിക്ക് ഒരു ഡോക്ടർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അന്ന് ഓക്കെ, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കാം. കാരണം എന്തായാലും ഈ റിപ്പീറ്റിംഗ് മര്യാദക്ക് പഠിച്ചില്ല, അപ്പൊ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തു. പക്ഷെ എന്നാലും ആ സമയത്ത് കുറെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആർക്കിടെക്ചറിന് പോണോ, അല്ലെങ്കിൽ BBAക്ക് പോണോ, അല്ലെങ്കിൽ പുറത്ത് MBBSന് പോണോ, ഇതൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നെങ്കിലും ഞാൻ വിചാരിച്ചു റിപ്പീറ്റ് ചെയ്ത് നോക്കാം, വരുന്നോടത്ത് വെച്ച് നോക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ പോയി. എനിക്ക് ഭയങ്കരമായിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ BDSലേക്ക് എത്തുന്ന ഒരു റാങ്കിലേക്ക് എത്തി. അങ്ങനെ എനിക്ക് BDS കിട്ടി അലോട്ട്മെന്റിൽ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് നമ്മുടെ നീറ്റ് എക്സാം വന്ന സമയമായിരുന്നു. അതായത് ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് മാറി നീറ്റ് എക്സാം വരുന്ന വർഷമായിരുന്നു. അതായത് ഈ പ്രൈവറ്റ് കോളേജസിൽ ഡൊണേഷൻ എടുത്ത് കുട്ടികളെ കയറ്റുന്നതിന് പകരം റാങ്ക് വൈസ്, അലോട്ട്മെന്റ് വൈസ് നമ്മുടെ ഗവൺമെന്റ് വഴി തന്നെ കയറാൻ പാടുള്ളൂ എന്നുള്ള റൂൾ വന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്ന സ്പോട്ട് അലോട്ട്മെന്റിന് പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ നോക്കി നോക്കാം, കിട്ടൂല്ലോ നോക്കി നോക്കാന്ന് വിചാരിച്ചിട്ട് വെറുതെ പോയതാണ്. അങ്ങനെ കുറെ നേരം നിന്നു, ഒരു ദിവസം മൊത്തം നിന്നു അവിടെ. നമ്മുടെ റാങ്ക് ഇങ്ങനെ വിളിക്കും അവര്. അപ്പം ഓരോ റാങ്കുകാരും ഇങ്ങനെ കയറും, വേണമെങ്കിൽ സീറ്റ് ഉള്ളത് അതിങ്ങനെ എഴുതി കാണിക്കും, ഏതൊക്കെ സീറ്റ് ബാക്കിയാണ്. അപ്പൊ നമുക്ക് വേണ്ട സാധനം കഴിഞ്ഞെങ്കിൽ വീട്ടിൽ പോവാം. അങ്ങനെ ഓരോരുത്തർ കയറും. അപ്പൊ ഇങ്ങനെ ഓരോരോ സീറ്റ് കുറയും, ചിലവർ എടുക്കില്ല, ചിലവർ എടുക്കും. ലൈക്ക് നമ്മുടെ മുന്നിലുള്ള ആൾക്കാർ ഗവൺമെന്റ് വേണം എന്നുള്ള രീതിയിൽ പ്രൈവറ്റ് എടുക്കാതെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാന്നുള്ള പോലെ അങ്ങനെയൊക്കെ ഓരോരുത്തർ ചെയ്യുമല്ലോ. അപ്പൊ അവരുടെ ഒക്കെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്കൊരു സീറ്റ് കിട്ടി പ്രൈവറ്റില്. പക്ഷെ നമുക്ക് പ്രൈവറ്റില് നമ്മുടെ ഗവൺമെന്റ് ആ സമയത്ത് അലോട്ട് ചെയ്ത ഫീസ് ആയിരുന്നു, അല്ല നമുക്ക് ഡൊണേഷനോ അല്ലെങ്കിൽ വലിയ വലിയ ഫീസ് കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഭാഗ്യത്തിന് അങ്ങനെ പഠിച്ചു. പക്ഷെ എന്നാലും നമ്മുടെ കോളേജ് കുറെ കേസ് കൊടുക്കുന്നുണ്ടായിരുന്നു, ഇതിന്റെ ഫീസ് കൂട്ടണം, ഈ ഫീസ് പോരാന്നൊക്കെ പറഞ്ഞ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് MBBSലേക്ക് എത്തിയത്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആൻഡ് വളരെ എന്താ പറയാ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു. സോ ഇപ്പോ എൻട്രൻസ് ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് ദേ ഓൾ ആസ്ക് മീ ഫോർ ടിപ്സ് ആൻഡ് ഓൾ. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പഠിച്ച ഒരാളല്ല. എനിക്ക് എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. ആൻഡ് കുറെയൊക്കെ അങ്ങനെയാണ്, നമ്മുടെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയാ തലവര ഒക്കെ അനുസരിച്ച് നമ്മളൊരു സ്ഥലത്ത് എത്തുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ എത്തും. വാട്ട് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ഇസ് ദാറ്റ് ഇത് ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ആൻഡ് കോമ്പറ്റീഷൻ എപ്പോഴും കൂടിക്കൊണ്ടിരിക്കണം. അതിനനുസരിച്ച് മെഡിക്കലിന്റെ സീറ്റ് കൂടുന്നില്ല. എന്താണ് നിങ്ങളുടെ ആ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സമാധാനം കളഞ്ഞ് വെറുതെ ഇങ്ങനെ
സ്ട്രെസ്ഡ് ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കണം എന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തോ. 1 2 3 വട്ടം എത്ര വേണേൽ റിപ്പീറ്റ് ചെയ്താലും കിട്ടും നിങ്ങൾക്കൊരു തോന്നണം. നിങ്ങളാണല്ലോ ചെയ്യുന്നത്. നമുക്കെല്ലാം ഐഡിയ ഉണ്ടാവുള്ളൂ. ഞാൻ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത് എന്റെ ഡിസിഷൻ ആയിരുന്നു. വേറെ ആരും എനിക്ക് റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് എന്റെ വീട്ടിലൊന്നും ആരും ഒന്നും പറഞ്ഞത് എന്റെ ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നോക്കിക്കോ. ട്രൈ ഒരു 1 ഇയർ 2 ഇയർ ഒന്നും പോയെന്ന ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പം അത് ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാം. വെറുതെ തമാശക്കാണെങ്കിൽ പിന്നെ സമയം കളയണ്ടതാണ്. അത് ഞാനും തമാശക്കൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും ഭാഗ്യം ഒരു തലവരെയൊക്കെ ഉണ്ട്. നമ്മുടെ മനസ്സ് എപ്പോഴാ മാറാന്ന് അറിയില്ല. നമ്മുടെ ഒരു ചിന്താഗതികൾ പെട്ടെന്നായിരിക്കും ബാക്കിയുള്ളവരെ കാണുമ്പോഴേക്കും നമുക്ക് തോന്നും ഞാനും പഠിക്കണം അങ്ങനെയൊക്കെ തോന്നും. അപ്പം അതൊക്കെ ഡിപ്പെൻസ്. നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഈസ് എ വെരി വെരി ഫോഗി ആയിട്ടുള്ള ഒരു പാത്വേ ആണ്. അപ്പം നന്നായി പഠിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫസ്റ്റ് റാങ്ക് ഒക്കെ കിട്ടുന്നവർക്ക് ഷടപടയെന്ന് കിട്ടും എന്നല്ലാതെ ബാക്കിയുള്ള നമ്മളെ പോലെ സാധാരണ ആൾക്കാർക്കൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം അത് മനസ്സിലാക്കുക. ആൻഡ് നല്ലൊരു യുനോ മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക. വെറുതെ സ്ട്രെസ്ഡ് ആയി തലവേദന ഒന്നും ഉണ്ടാക്കണ്ട. പഠിക്കുകയാണെങ്കിൽ യു ജസ്റ്റ് ഫോക്കസ് ഓൺ ദാറ്റ്. ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടിട്ട് പഠിക്കുക. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ തന്നെ പോവാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇങ്ങനത്തെ ലോങ് വീഡിയോ ചെയ്യുന്നത് ഇറ്റ്സ് വെരി സ്ട്രെസ്ഫുൾ. കാരണം ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പ്രാന്താവണുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയാ പറയണമെന്ന് എനിക്ക് തന്നെ ഐഡിയ ഇല്ല. അപ്പൊ എനിവേസ് സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ, ടേക്ക് കെയർ.